ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ശേഷമാണ് സൂഫി സിംഗറിൽ നിന്ന് ഒരു വീഡിയോ വരുന്നത്. പേര് മാറ്റിയ സമയത്ത് ഒരുപാട് പേർ ചോദിച്ചിരുന്നു, നിങ്ങളെ കേൾക്കാനാണ് ഞങ്ങളിവിടെ ഉള്ളത്, എന്തിനാണ് പേര് മാറ്റുന്നത്? ലോകത്തിന്റെ നന്മയും പ്രണയവും മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ശരിയാണ്, ഞാൻ ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല. സൂഫിസം എന്നാൽ ഒരേ ഒരാളിലേട്ട് മാത്രം നോക്കിയാൽ മതി. ഹല്ലാജ് അനൽ ഹക്ക്, അത് മാത്രം. സകലതിനോടും, ഭൂമിയോടും ആകാശത്തിനോടും വൃക്ഷങ്ങളോടും മൃഗങ്ങളോടും മനുഷ്യരോടും എല്ലാത്തിനോടും പ്രണയം മാത്രം. സൂഫിസത്തെക്കുറിച്ച് പറയുമ്പോൾ തസവുഫ് വളരെ പ്രാധാന്യമാണ്. തസവുഫിനെ കുറിച്ച് പലർക്കും അന്യമാണ് കാര്യങ്ങൾ. തസവുഫ് ഈ പദത്തിന്റെ വിവക്ഷയെ സംബന്ധിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. സൂഫിയെ സൂഫി എന്ന് വിളിക്കുന്നത് കമ്പിളി വസ്ത്രം ധരിക്കുന്നത് കൊണ്ടാണെന്ന് ചിലർ പറയുമ്പോൾ ഒന്നാം നിരക്കാരായതുകൊണ്ടാണെന്നാണ് മറ്റു ചിലർ പറയുന്നത്. അസ്ഹാബ് സുഫയിൽ ഉൾപ്പെട്ടവരായതുകൊണ്ടാണ് എന്ന് മറ്റു ചിലർ പറയുന്നുണ്ട്. സൊഫ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ് സൂഫി എന്ന് പ്രബലമായി മറ്റൊരു അഭിപ്രായവുമുണ്ട്. ഈ വിശദീകരണങ്ങൾക്കെല്ലാം സൂക്ഷ്മ അപഗ്രന്ഥങ്ങളുടെ പിൻബലമുണ്ടെങ്കിലും പദോൽപത്തി ശാസ്ത്രത്തിന്റെ തേട്ടങ്ങളെ ശരിയായി തൃപ്തിപ്പെടുത്തുന്നില്ല. സൊഫ എന്നാൽ പരക്കെ പ്രകീർത്തിക്കപ്പെടുന്നു, ഖദറാണ് അതിന്റെ വിപരീതം. അതിനാൽ പലരും ധരിച്ചിരിക്കുന്നത് സൂഫിസം എന്നാൽ ചില ബാഹ്യ ആചാരങ്ങളാണെന്നാണ്. ആന്തരിക ധ്യാനമൊന്നും അതിലുള്ളതായി പലർക്കും അറിയുക പോലുമില്ല. വേരോ സത്തോ ഇല്ലാത്ത ഒരു രൂപമോ സത്തയോ ആണ് അതെന്ന് പോലും ചിലർ വിചാരിക്കുന്നുണ്ട്. മതനിന്ദകരുടെയും ബാഹ്യാർത്ഥവാദികളായ പണ്ഡിതന്മാരുടെയും നിലപാടോടൊത്തുകൊണ്ട് അവർ സൂഫിസത്തെ വിമർശിക്കുന്നുമുണ്ട്. വാസ്തവത്തിൽ എന്താണ് സൂഫിസം എന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നേയില്ല. ജനങ്ങൾ പൊതുവെ അന്ധമായി ഈ കാഴ്ചപ്പാടിനെ അനുകരിച്ചു നീങ്ങുകയും തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആന്തരിക പരിശുദ്ധിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തെ മായ്ച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടിലുമുള്ള സൂഫിസം ഒരു മജ്ലിസ് കൂടലോ ദിക്ർ എടുക്കലോ മന്ത്രവാദം കഴിക്കലോ ചികിത്സകനാകലോ അതെല്ലാമാണ്. എന്നാൽ ഒരു സൂഫി, ഒരു ആത്മാന്വേഷി, ഒരു അനുരാഗി ഇതൊന്നുമല്ല എന്ന് എന്നാണ് നാം തിരിച്ചറിയുക? മൻസൂറുൽ ഹല്ലാജിനെ എന്നാണ് നാം പഠിക്കുക? സൂഫിസത്തിന്റെ പച്ചത്തത്ത എന്നറിയപ്പെടുന്ന അമീർ ഖുസ്രുവിനെ നാം എന്നാണ് പഠിക്കുക? മനുഷ്യനെ മനുഷ്യനായി കാണാനും അവരോട് സഹവസിക്കുമ്പോൾ ഏറ്റവും ദയാലുവായും സ്നേഹത്തോടെയും പ്രണയത്തോടെയും ജീവിക്കാനും എന്നാണ് നാം അറിയുക? പ്രവാചക തിരുമേനി ദിവംഗതനായ സമയം ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. പ്രവാചകൻ നിര്യാതനായി എന്ന് പറയുന്നവന്റെ തലയെടുക്കുമെന്ന് ഭീഷണി ഉണ്ടാക്കി ഉമർ റളിയല്ലാഹു അൻഹു ഖഡ്ഗം ഉയർത്തിപ്പിടിച്ചു. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദിനെ ആരാധിച്ചിരുന്നവർ അറിയുക, മുഹമ്മദ് മരിച്ചിരിക്കുന്നു. മുഹമ്മദിന്റെ ദൈവത്തെ ആരാധിച്ചിരുന്നവർ അറിയുക, അവന് മരണമില്ല. പ്രവാചകനെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് അറിഞ്ഞവർക്ക് അവിടുത്തെ വിയോഗത്തോടെ പ്രവാചകൻ നഷ്ടമായി. അന്തർദൃഷ്ടി കൊണ്ട് പ്രവാചകനെ അറിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ സാന്നിധ്യത്തിനും അസാന്നിധ്യത്തിനുമിടയിൽ ഭേദം തോന്നിയില്ല. രണ്ടും ദൈവകൽപിതമാണെന്ന് അവർ മനസ്സിലാക്കി. കടന്നുപോയൊരു പ്രത്യേക ഘട്ടത്തിലേക്കല്ല, പ്രത്യുത എല്ലാ മാറ്റങ്ങളുടെയും ഉടയവനിലേക്കാണ് അവർ നോക്കിയത്. അള്ളാഹു പ്രവാചകനെ ആദരിച്ചതിന് അനുപാതികമായാണ് അവർ പ്രവാചകനെ ബഹുമാനിച്ചത്. അള്ളാഹുവിനോടാണ് അവർ തങ്ങളുടെ ഹൃദയത്തെ ബന്ധിച്ചത്, മറ്റൊരുവനോടുമില്ല. മനുഷ്യരിലേക്ക് നോക്കാനല്ല അവർ തങ്ങളുടെ മിഴികൾ തുറന്നത്. മൻ നളറ ഇലൽ ഹൽക്കി ഹലക വമൻ റജാ ഇലൽ ഹക്കി മലക്ക. സൃഷ്ടിയിലേക്ക് നോക്കിയവൻ നശിച്ചു, സൃഷ്ടാവിലേക്ക് നോക്കിയവൻ വാണു എന്നാണ് ആ ആപ്തവാക്യം. വഞ്ചനാത്മകമായ ലോകത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് തന്റെ ഹൃദയത്തെ വ്യക്തമാക്കിയിരുന്നു. സമ്പത്ത് അദ്ദേഹം ഉപേക്ഷിച്ചു, ഒരു കമ്പിളി വസ്ത്രം മാത്രം ധരിച്ചു. അങ്ങനെ അദ്ദേഹം പ്രവാചകനെ സമീപിച്ചു. അപരിശുദ്ധി മനുഷ്യന്റെ ഗുണങ്ങളിൽ ഒന്നാണ്. അപരിശുദ്ധിയെ പിറകിൽ ഉപേക്ഷിക്കുന്നവനാണ് സത്യവാനായ സൂഫി. യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ ലയിച്ച് സ്വയം മറന്നുപോയ ഈജിപ്തിലെ സ്ത്രീകളിൽ മികച്ചു നിന്നത് മനുഷ്യ പ്രകൃതിയാണ്. പിന്നീട് മനസ്സിന്റെ തൂക്കം മറിച്ചായി. അപ്പോൾ അവർ പറഞ്ഞു, ഇതൊരു മനുഷ്യനല്ല. അവർ യൂസുഫ് നബിയെ തങ്ങളുടെ ലക്ഷ്യമാക്കി. എന്നിട്ട് തങ്ങളുടെ അവസ്ഥയെ അവർ വെളിപ്പെടുത്തുകയും ചെയ്തു. ഒരു സൂഫി ഗുരു പറയുന്നുണ്ട്, പരിശുദ്ധി മനുഷ്യ ഗുണമല്ല, കാരണം മനുഷ്യനെ സൃഷ്ടിച്ച കളിമണ്ണിൽ കളങ്കമുണ്ട്. കളങ്കത്തിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടുക എളുപ്പമല്ല. അതിനാൽ പരിശുദ്ധിക്ക് പ്രവർത്തനങ്ങളുമായി പൊരുത്തമുണ്ടാവണമെന്നില്ല. പ്രയത്നത്തിലൂടെ മനുഷ്യന്റെ സ്വതപ്രകൃതിയെ മറികടക്കാനും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പരിശുദ്ധി എന്ന ഗുണം കർമ്മങ്ങളുമായോ അവസ്ഥകളുമായോ ബന്ധപ്പെട്ടിരിക്കുന്നതുമല്ല. പേരിനെയും പദവിയെയും ആശ്രയിച്ചല്ല അതിന്റെ നിലനിൽപ്പ്. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ സവിശേഷമായ ഗുണമാണ് പരിശുദ്ധി. മേഘങ്ങളാൽ മറയ്ക്കപ്പെടാത്ത സൂര്യന്മാരാണ് പരിശുദ്ധർ. പരിശുദ്ധി സ്നേഹമാണ്. സ്വന്തം ഗുണങ്ങൾ നിസ്സഹനിച്ച് ഫനാ സ്നേഹഭാജനമായ ദൈവത്തിൽ ശേഷിക്കുന്നവനാണ്. ബക്കാ കാമുകർ. അവരുടെ അവസ്ഥകൾക്ക് തെളിഞ്ഞ സൂര്യനോടാണ് സാദൃശ്യമെന്ന് ആത്മജ്ഞാനികൾ ഒന്നടങ്കം പറയുന്നുമുണ്ട്.